ഇന്നലെ എല്ലാ കണ്ണുകളും കോർപ്പറേഷനിലേക്കും നഗരസഭകളിലേക്കുമായിരുന്നെങ്കിൽ ഇന്ന് ത്രിതല പഞ്ചായത്തുകളിലേക്കാണ് അല്ലേ? അതെ, ഇന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിലെ പുതിയ അധ്യക്ഷന്മാരെ അറിയാം. രാവിലെ 10:30 അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചകഴിഞ്ഞ് 2:30 നടക്കും. ജില്ലാ പഞ്ചായത്തുകളിലെ കളക്ടർമാരും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിശ്ചയിച്ച ഉദ്യോഗസ്ഥരുമായിരിക്കും വരണാധികാരികൾ. മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടിഞ്ഞിയും കോട്ടയത്ത് നിന്ന് ജോസി ബാബുവും വിവരങ്ങൾ നൽകും. ആദ്യം ജംഷീറിലേക്കാണ്. ജംഷീർ, ഇന്നിപ്പോൾ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്നത് ത്രിതല പഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ ശ്രദ്ധേയമായ, അതായത് ബലാബലം നിൽക്കുന്ന പഞ്ചായത്തുകളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് ഇന്നിപ്പോൾ ഒരുപക്ഷെ പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ കൂടി പ്രതീക്ഷിക്കാവുന്ന ഒരു ദിനമായിരിക്കും. മലപ്പുറത്തേക്ക് വരുമ്പോൾ എന്താണ് അവസ്ഥ ജംഷീർ? ജിൽസിയൻ സൈഫു, പഞ്ചായത്തുകളിൽ അങ്ങനെ ഫലാഫലം ഇല്ല. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത്, അതായത് നമുക്കറിയാം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിയ ഒരു ജില്ലയാണ് മലപ്പുറം എന്നുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതിപക്ഷമില്ല. അതോടൊപ്പം തന്നെ നഗരസഭകൾ മുഴുവനായും, പൊന്നാനി ഒഴികെയുള്ള മുഴുവനായും നഗരസഭകളും UDF നേടി. അത്തരത്തിൽ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അവസ്ഥ. 15 ബ്ലോക്ക് പഞ്ചായത്തിൽ 14 UDF നേടി. 15ാമത്തെ, അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സമാസമത്തിൽ ബലാബലത്തിൽ നിൽക്കുക, അത് പൊന്നാനിയാണ്. അവിടെ 7-7 എന്ന് വെച്ചാൽ 6 UDF-ഉം 7 LDF-ഉം ഒരു സ്വതന്ത്രനുമായിരുന്നു. ഈ സ്വതന്ത്രൻ UDF-നും ചേർന്നവിടെ 7-7 അതുകൊണ്ട് തന്നെ അവിടെ നറുക്കെടുപ്പായിരിക്കും ആര് വരും എന്നുള്ളത്. അവിടെ മാത്രമാണ് ഒരു ആകാംക്ഷയായിട്ട് ഉള്ളത്. മറ്റ് ഇടങ്ങളിലൊന്നും പൊതുവെ അത്തരത്തിലുള്ള ഒരു ആകാംക്ഷ ഭരിതമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ ജില്ലയിൽ ആദ്യം നമുക്ക് പറയേണ്ട ഒരു പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം 94 പഞ്ചായത്തിൽ 90-ഉം UDF നേടിയപ്പോൾ 3 പഞ്ചായത്ത് LDF നേടി, ഒരെണ്ണം കോൺഗ്രസ് നേടി. എന്ന് വെച്ചാൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ഒരു വികസന മുന്നണി ഉണ്ടാക്കിയാണ് പൊന്മുണ്ടത്ത് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പിടിക്കുന്ന ഒരു സാഹചര്യം. അവിടെ ലീഗിനെയാണ് കോൺഗ്രസ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. CPM-നെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു അവിടെ അത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കുറെ കാലങ്ങളായി, നാളുകളായി, പതിറ്റാണ്ടുകളായി അവിടെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലീഗും കോൺഗ്രസും സെപ്പറേറ്റ് ആണ്. അവിടെ നേതൃത്വം എത്ര ഇടപെട്ടിട്ടും അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേതൃത്വത്തിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവിടെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് മായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഉള്ള 2 പേർ ടേം വ്യവസ്ഥയിലായിരിക്കും. കോമുക്കുട്ടി 2 വർഷവും ഹൈദ്രോസ് മാസ്റ്റർ 2 വർഷവും, അങ്ങനെ 2 വർഷവും തുടരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന അംഗമായിട്ടുള്ള അസ്മാബി വരുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം തന്നെ CPM-ന്റെ ഒരാൾ വേണമെന്നുള്ളതാണ് CPM ആവശ്യപ്പെടുന്നത്. കാരണം CPM-ന്റെ കൂടി സഹകരിച്ചുകൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ കോൺഗ്രസ് മത്സരിച്ചത്. അതുകൊണ്ട് CPM-ന് വേണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയ തർക്കം പൊന്മുണ്ടത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇനി കോൺഗ്രസ് UDF-ലേക്ക് വരികയാണെങ്കിൽ UDF-ലും ചില പഞ്ചായത്തുകളിൽ നിലവിൽ ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവാലി പഞ്ചായത്താണ്. തിരുവാലി പഞ്ചായത്തിൽ UDF-ൽ ഭിന്നത രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. ക്ഷമിക്കണം, വളവന്നൂർ പഞ്ചായത്ത് തിരുവാലിയിലുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യം നമുക്ക് വളവന്നൂർ പഞ്ചായത്തിലേക്ക് വരാം. വളവന്നൂർ പഞ്ചായത്തിൽ ഈ നാളെ നടക്കുന്ന ഇന്ന് നടക്കുന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് കോൺഗ്രസിന് ആകെയുള്ള 21 സീറ്റിൽ 13 മുസ്ലിം ലീഗും 3 കോൺഗ്രസുമാണ് ജയിച്ചിരുന്നത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് നൽകണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അത് ടേം വ്യവസ്ഥയിലാണെങ്കിലും കോൺഗ്രസിന് വേണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതെങ്കിൽ അതിന് അനുകൂലമായ ഒരു സമീപനം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവാലി പഞ്ചായത്തിലും സമാനമായ ഒരു സാഹചര്യമാണ്. അവിടെ നേരെ കോൺഗ്രസിനെതിരെയാണ് ലീഗ് രംഗത്ത് വന്നിരിക്കുന്നത്. 7 കോൺഗ്രസ് ജയിച്ചു, 4 ലീഗ് ഉള്ളത്. ലീഗിന് പ്രസിഡന്റ് സ്ഥാനം വേണം എന്നുള്ളതാണ്. ടേം വ്യവസ്ഥയിൽ ഒരു വർഷമാണെങ്കിൽ അത്രയെങ്കിലും ലീഗിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അനുകൂലമായ